എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ മലയാളവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയിലെ കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മലയാളം എന്ന് പറയുന്ന മേഖലയിൽ ഒറ്റപ്പദം എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൃത്യമായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകൾ മാക്സിമം നമ്മൾ ചെയ്യുക വഴി മലയാളം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഈ ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖല എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ 2021 കേരള PSC പുതിയ സിലബസ് പ്രകാരം പരീക്ഷ നടത്തി തുടങ്ങിയപ്പോൾ മുതലുള്ള ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ഒറ്റപ്പദങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ A ആണ്. നിഷ്കാമം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഫലേച്ഛ കൂടാതെ എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് നിഷ്കാമം എന്നാണ്. അപ്പൊ നിഷ്കാമം എന്ന ആ ഒരു പദം ഫലേച്ഛ കൂടാതെ എന്ന അർത്ഥം വരുന്ന പദമാണ്. ഇത്തരത്തിൽ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ദർശിക്കാൻ കഴിയാത്തത് അതിന്റെ ഒരു ഒറ്റപ്പദമാണ് അദൃശ്യം എന്ന് പറയുന്നത്. ദർശിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദമാണ് അദൃശ്യം എന്നത്. എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദമാണ് അപ്രാപ്യം എന്നത്. അപ്രാപ്യം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരാൻ സാധിക്കാത്തത്. ദർശിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ വരുന്നതാണ് അദൃശ്യം എന്നത്. 3 കവികൾ, ഇത് പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. കവിത്രയം. കവിത്രയം എന്ന് പറയുന്നത് 3 കവികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ അടുത്തൊക്കെ കണ്ടതാണ്, അന്യന്റെ ശരീരം എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് പരകായം എന്നത്. പരകായം എന്നത് എന്താണ്? അന്യന്റെ ശരീരം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അന്യന്റെ ശരീരം എന്നതിന്റെ ഒറ്റപ്പദമാണ് പരകായം എന്നത്. ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം, എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം, 3 കവികൾ കവിത്രയം, അന്യന്റെ ശരീരം പരകായം. പഠിക്കത്തക്കത് എന്നത് പഠനീയം എന്ന് നമുക്ക് പറയാം. അപ്പൊ പഠിക്കത്തക്കത് എന്നതിന്റെ ഒറ്റപ്പദമാണ് പഠനീയം എന്നത്. ഇല മാത്രം ഭക്ഷിക്കൽ, ഇല മാത്രം ഭക്ഷിക്കൽ എന്ന അർത്ഥത്തിൽ വരുന്നതാണ് പർണാശനം എന്നത്. പർണാശനം എന്നത് ഇല മാത്രം ഭക്ഷിക്കൽ, അതിന്റെ ഒരു ഒറ്റപ്പദമാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് പാദപം എന്നത്. പാദപം എന്നത് പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നാണ് പാദപം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ മാന്ത്രിക യന്ത്രത്തിൽ ഉള്ള വിശ്വാസമാണ് ചക്രാശ്രയം എന്ന് പറയുന്നത്. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദത്തെയാണ് പന്തിഭേദം എന്ന് പറയുന്നത്. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം, അതിനെയാണ് പന്തിഭേദം എന്ന് പറയുന്നത്. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അഹിഷ്ണുതയാണ് ഈർഷ്യ എന്ന് പറയുന്നത്. ഇതും പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയെയാണ് നമ്മൾ ഈർഷ്യ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഫലേച്ഛ കൂടാതെ അതിന്റെ ഒറ്റപ്പദമാണ് നിഷ്കാമം എന്നത്. ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം, എത്തിച്ചേരാൻ സാധിക്കാത്തതിന് അപ്രാപ്യം എന്ന് പറയുന്നു. 3 കവികൾ കവിത്രയം, അന്യന്റെ ശരീരം പരകായം, പഠിക്കത്തക്കത് പഠനീയം, ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം, പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം, മാന്ത്രിക യന്ത്രത്തിൽ ഉള്ള വിശ്വാസം ചക്രാശയം, വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം പന്തിഭേദം, അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത ഈർഷ എന്നാണ് പറയുന്നത്. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, അറിയാൻ ആഗ്രഹമുള്ള ആൾ, അതിന്റെ ഒറ്റപ്പദം എന്താന്ന്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ജിജ്ഞാസു എന്നാണ്. ഇത് എപ്പോഴും PSC റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ്. അറിയാൻ ആഗ്രഹമുള്ള ആൾ, അതിന്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. ഇതോടൊപ്പം പഠിക്കാം, പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപഠിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒറ്റപ്പദം അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു, മറ്റൊന്ന് പിപഠിഷു എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ബുഭുക്ഷു എന്ന് പറയുന്നത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന ഇതിലാണ് പിപാസു എന്ന് പറയുന്നത്. അപ്പൊ പിപാസു എന്ന് പറയുന്നത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. വിദ്യ അർത്ഥിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഇതും ചോദിക്കും, ജിഗീഷു എന്നതാണ്. ജിഗീഷു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷ എന്ന് നമുക്ക് പറയാം. ആശ നശിച്ചവനാണ് ഹതാശൻ. ആശ
നശിച്ചവൻ ഹതാശൻ, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു, യോഗം അഭ്യസിക്കുന്നവനാണ് യോഗാചാര്യൻ. യോഗാചാര്യൻ യോഗം അഭ്യസിക്കുന്നവൻ, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവൻ. ഓർത്തിരിക്കുക, ഇതി കർത്തവ്യതാ മൂഢൻ എന്നാണ് അതിന്റെ ഒറ്റപ്പദം. ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവൻ, ഇതി കർത്തവ്യതാ മൂഢൻ എന്നതാണ് അതിന്റെ ഒറ്റപ്പദം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. അറിയാൻ ആഗ്രഹമുള്ളയാൾ എന്നതിന്റെ ഒറ്റപ്പദം ജിജ്ഞാസു എന്നാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു, വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു, മറ്റൊന്നാണ് ആശ നശിച്ചവൻ ഹതാശൻ, യോഗം അഭ്യസിക്കുന്നവൻ യോഗാചാര്യൻ, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവൻ ഇതി കർത്തവ്യത മൂഢൻ. ഇനി അടുത്തത് കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് പിപാസു. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ പിപഠിഷു എന്നാണ് പറയുക. പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ പിപഠിഷ എന്നാണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു എന്നാണ് പറയേണ്ടത്. ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ, അത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് ഉൽകർഷേച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, ഒറ്റപ്പദം ഉൽകർഷേച്ചു. കാണാനുള്ള ആഗ്രഹമാണ് ദൃദൃക്ഷ. നമ്മളോട് ഇപ്പോൾ പറഞ്ഞു. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ പിപഠിഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉൽകർഷേച്ചു, കാണാനുള്ള ആഗ്രഹം ദൃദൃക്ഷ എന്ന കാര്യം ഓർക്കുക. ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വിവക്ഷ എന്നതാണ്. പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് വിവക്ഷ എന്ന് പറയുന്നത്. അപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് വിവക്ഷ എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി പഠിക്കാനുള്ള ആഗ്രഹം നമ്മളോട് പറഞ്ഞു പിപഠിഷ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ എന്നാണ്, കാണാനുള്ള ആഗ്രഹം ദൃദക്ഷ, ലാഭത്തോടുള്ള ആഗ്രഹത്തെയാണ് ലാഭേച്ഛ എന്ന് പറയുന്നത്. ലാഭത്തോടുള്ള ആഗ്രഹമാണ് ലാഭേച്ഛ എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന തെരഞ്ഞെടുത്ത കുറച്ച് ഒറ്റപ്പദങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനിയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ കുറേ ഒറ്റപ്പദങ്ങൾ നമുക്ക് ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ നമുക്ക് പരിചയപ്പെടാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പരീക്ഷാ പേപ്പറിലൂടെ കടന്നുപോയി മലയാളത്തിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ 2021 ശേഷം അങ്ങനെയൊന്നുമില്ല. അതിന് മുമ്പത്തെയും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവലെന്നോ +2 ലെവലെന്നോ അല്ലെങ്കിൽ 10th ലെവലെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന മലയാളം +2 ലെവലിലും ചോദിക്കും, അതേപോലെ തന്നെ 10th ലെവലിലും ചോദിക്കും. നേരെ മറിച്ച് 10th ചോദിക്കുന്നത് ഡിഗ്രിയിലും +2 ഒക്കെ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മലയാളങ്ങളും നമ്മൾ പഠിക്കുക വഴി PSC ചോദിക്കുന്ന മലയാളങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനും അതുവഴി നമ്മൾ എഴുതാൻ പോകുന്ന LDCക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മലയാളം പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും, അതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.